സുരക്ഷയ്ക്കായി ഗവർണർ ആവശ്യപ്പെട്ട പോലീസുകാരുടെ ഡ്രൈവറുടെയൊക്കെ സ്ഥലമാറ്റ ഉത്തരവ് ഇപ്പോൾ സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. ഗവർണർക്ക് സുരക്ഷിതത്വം വേണ്ട എന്നാണോ? ഇല്ല, ഗവർണർക്ക് സുരക്ഷിതത്വം വേണമല്ലോ. മുഖ്യമന്ത്രിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ വേണം. മുഖ്യമന്ത്രി സ്വയം ആവശ്യപ്പെട്ടുണ്ടാക്കിയതാണ്. ഇത്രയും വലിയ സുരക്ഷയൊന്നും മുഖ്യമന്ത്രിക്ക് ആവശ്യമില്ല. ഗവർണർ ആവശ്യപ്പെട്ടാൽ കൊടുക്കണം. പക്ഷെ ഒരു സംസ്ഥാന ഗവർണർമാരും അല്ലെങ്കിൽ കേരളത്തിൽ ഇരുന്നിട്ടുള്ള ഗവർണർമാരൊന്നും വലിയ അതീവ സുരക്ഷയൊന്നും അങ്ങനെ ഒന്നുമില്ല. ഇതിപ്പോ ഇപ്പോഴത്തെ ആവശ്യപ്പെടാറില്ല. അവസ്ഥ അനുസരിച്ച് ഭാരതാംബ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയൊക്കെ ഡിവൈഎഫ്ഐ, SFI ഒക്കെ അനുസരിച്ച് സ്വാഭാവികമായിട്ടും ഗവർണർ സുരക്ഷ ആവശ്യപ്പെട്ടു. 6 പേരുടെ പേര് ലിസ്റ്റ്, അതായത് ഗവർണർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഗവർണർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് ചൂസ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ അത്തരത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത്. സുരക്ഷ കൂടുതൽ ഒരുക്കുന്നത് ഇവിടുത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണ്. കാരണം ഏതെങ്കിലും തരത്തില് ഗവർണറെ പൊതുവഴിയിൽ തടഞ്ഞിട്ടില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ? എത്ര ഇടങ്ങളിൽ പൊതുവഴിയിൽ തടഞ്ഞിട്ടുണ്ട്. ഗവർണർ അതിനെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നേരിട്ടില്ലേ? അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങൾ ഈ ഗവർണറുടെ മേലും ഉണ്ടാകും എന്ന് പറഞ്ഞു. കാരണം ഗവർണർ വന്ന സമയത്ത് പറഞ്ഞു ആരുമായിട്ടും കലഹമില്ല എന്ന് വിചാരിച്ച് വഴങ്ങിക്കൊടുക്കും എന്നല്ല അതിന്റെ അർത്ഥമെന്ന് ഗവർണർ തന്നെ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ടിപ്പോൾ ഭാരതാംബയുടെ ചിത്രത്തിന്റെ പേരിലാണ് ഈ വിവാദം മുഴുവൻ അങ്ങോട്ട് തുടങ്ങിയത്. എന്നിട്ട് അപ്പോൾ SFIക്കാരും DYFIക്കാരും ആ പേര് പറഞ്ഞുകൊണ്ട് ഗവർണറെ ചിലപ്പോൾ പൊതുവഴിയിൽ നേരിടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതീവ സുരക്ഷ ഒരുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടത് അത്രയും കൊടുത്തില്ല, അത് പിൻവലിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? അതെ. ഗവർണർ തെരഞ്ഞെടുക്കുന്ന പോലീസുകാരെയാണ് സാധാരണ രാജ്ഭവനിൽ നിയോഗിക്കാറുള്ളത്. അങ്ങനെ അത്തരത്തിൽ ഗവർണർ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് 6 പോലീസുകാരും 1 ഡ്രൈവറെയും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ രാജ്ഭവനിൽ നിയമിക്കാനുള്ള ഉത്തരവ് DGP ഇറക്കിയിരുന്നു. പക്ഷെ പിന്നീട് ആ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തത്. അത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ DGPയോട് ചോദിച്ചപ്പോൾ അത് സർക്കാരിന്റെ ഇടപെടലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, സർക്കാരിന്റെ ഇടപെടൽ തന്നെയാണല്ലോ. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയല്ലേ. ഈ മുഖ്യമന്ത്രി പോകുന്നത് എത്ര 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയല്ലേ? എന്തിന് പേരില്? ഇപ്പൊ കേരളത്തില് മുൻകാലത്ത് മുഖ്യമന്ത്രിമാര് വലിയ വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി പോയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ധാരാളം വാഹനങ്ങളുടെ അകമ്പടിയായിട്ട് തോന്നി. കരുണാകരൻ പോയ കാലത്ത് അത് മുമ്പിൽ ഒരു 2 പോലീസ് ജീപ്പ് കാണും, പുറകിലും 2 പോലീസ് ജീപ്പ്. വലിയ സ്പീഡിലാണ് പോകുന്നത്. കരുണാകരൻ സ്പീഡ് കുറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ബാക്കിൽ ഇങ്ങനെ കിടന്നുകൊണ്ടൊരു നീട്ടിയൊരു മൂളും സ്പീഡ് കുറഞ്ഞാൽ. അത് ഡ്രൈവർക്ക് അറിയാം, മനസ്സിലായി സ്പീഡ് കുറഞ്ഞു വന്നു. അപ്പോൾ വേഗം കൂട്ടും. അന്ന് ഇദ്ദേഹത്തെ പത്രങ്ങളിലും ഒക്കെ പലരും വിമർശിക്കുകയും കാർട്ടൂണിലും ഒക്കെ ഇദ്ദേഹത്തെ വിമർശിക്കുകയൊക്കെ ചെയ്തു. ഈ നവാബ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ പൊതു താല്പര്യ ഹർജി സമർപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഒരിക്കൽ കോടതിയിൽ കേസ് കൊടുത്തു. നമ്മുടെ മുഖ്യമന്ത്രി കരുണാകരൻ അമിത വേഗതയിലാണ് പോകുന്നത്, അത് ഞങ്ങൾക്ക് അതിനകത്ത് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞു. അതാണ് മുഖ്യമന്ത്രിയുടെ ജീവൻ അപകടത്തിലാകുന്നതിൽ ആശങ്കയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അംബാസഡർ കാറിലും ഒക്കെ അല്ലേ അന്നത്തെ കാലത്ത് പോകുന്നത്. അതല്ല, അന്ന് ഇത്രത്തോളം വാഹനങ്ങളോ തിരക്കുകളോ ഒന്നും. മുമ്പിൽ 2 വാഹനം, പുറകിൽ 2 വാഹനം, അല്ലെ 5 വാഹനം. ഇന്നിപ്പോ ഓരോ വീട്ടിലും വാഹനമില്ലാത്ത വീടുകളില്ലല്ലോ. അത്രയേറെ തിരക്കുകളും റോഡിൽ. ഇന്നിപ്പോ ഈ 40 വാഹനം പോകുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ കൂടെ തന്നെ മുഖ്യമന്ത്രി പാസ് ചെയ്യുന്ന അവസരത്തിൽ പോലും അതെ ശരിയാ, സിഗ്നൽ ഓഫ് ചെയ്തിട്ട് മറ്റു വാഹനങ്ങൾ മാറ്റി നിർത്തി കടത്തിവിടണം. വിട്ടോളൂ. ഈ 40 വാഹനം അകമ്പടി എല്ലാം കൂടെ പോകുമ്പോഴത്തേക്ക് തന്നെ എത്ര സമയം അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ഈ കേരളത്തിലുള്ള ഇങ്ങനെ മുഖ്യമന്ത്രി ഇങ്ങനെ പോകുമ്പോഴേ, MLA-മാര് പോകുമ്പോഴേ, മന്ത്രിമാര് പോകുമ്പോഴേ ഇങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജനങ്ങളെ ഈ ഓരോ ആവശ്യങ്ങൾ, ഈ ആംബുലൻസ് ഉൾപ്പെടെ, ഇപ്പം നമ്മൾ തന്നെയാണ്, നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്, നമുക്ക് ആവശ്യങ്ങളില്ലേ? കൃത്യമായിട്ടുള്ള വാർത്തകൾ നൽകും. ഓരോ വ്യക്തികൾക്ക് ആവശ്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ അടിയന്തരമായിട്ട് പോകേണ്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുണ്ട്. ഈ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, എല്ലാവരുടെയും ഒത്തൊരുമയാണല്ലോ ഈ നികുതി പണം എന്ന് പറയുന്നതും കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്.
അത് കൈകാര്യം ചെയ്യുന്നവർ മാത്രമാണ് ഈ ഭരണത്തിൽ ഇരിക്കുന്നവർ, അല്ലാതെ അവരുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നതല്ല. ഈ ജനങ്ങൾ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന അവരുടെ സമ്പത്തിന്റെ വീതമാണല്ലോ മന്ത്രിതലങ്ങളിൽ ഇവർ വിനിയോഗിക്കാൻ ഏർപ്പെടുത്തിയവർ മാത്രമാണ് അവർ. അപ്പോൾ അവർ അവരുടെ ഫങ്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി അത് നോക്കി ചാർട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടി. ഇതിലും വലിയ വികസിത രാജ്യങ്ങളും പ്രസിഡന്റും ഇത്തരത്തിലുള്ള മിനിസ്ട്രി പദവിയിൽ ഇരിക്കുന്നവരുണ്ട്. അവരൊക്കെ സാധാ ട്രെയിനിലാണ് പോയി ഇറങ്ങി വരുന്നത് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കനേഡിയൻ പ്രസിഡന്റ് ആരാണ്ട് ട്രെയിനിൽ ഇറങ്ങി വരുന്ന ഇത് കണ്ടിട്ടുണ്ട്. നമ്മുടെ നിർമ്മല സീതാരാമൻ, നമുക്കറിയാലോ, ഈ പറഞ്ഞോണം അവർക്ക് എന്തോരം ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഇതാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, ധനവകുപ്പാണ്. അപ്പം അത്തരത്തിൽ അവർക്കില്ലാത്ത എന്ത് തിരക്കാണ്? ഒരുപക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ തിരക്കുണ്ട്. അവർ ട്രെയിനിലൊക്കെ പോയി വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടി ട്രെയിനിൽ പോയി വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലങ്ങ് ഭരണകർത്താക്കൾ അവരെന്തോ വലിയ VIP ആണ്. അവർ വരുമ്പോഴത്തേന് പഴയ രാജഭരണം എങ്ങനെയാണ്? രാജഭരണത്തിൽ പോലും ഇങ്ങനെ ഇല്ല. ഇപ്പം മുഖ്യമന്ത്രിയില്ല, അവിടുന്ന് ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങല്ലേ എന്ന് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത്. ആ ക്ലിഫ് ഹൗസിന് ചുറ്റുമുള്ളവരങ്ങ് പ്രാക്കലാണ് ഈ മനുഷ്യനൊന്ന് ഇറങ്ങിപ്പോണേ. കാരണം അവരുടെ പ്രൈവസിയാണ് നഷ്ടപ്പെടുന്നത്. ഇദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കരുത്, കറുത്ത എങ്ങാണം ഏതെങ്കിലും ചുരിദാർ എങ്ങാണം ഇട്ടോട്ട് പോയി നിന്നാൽ തീർന്ന്. അപ്പൊ അവരുടെ ഒരു പ്രൈവസിയിലാണ് ഇതിപ്പോ കൈകടത്തുന്നത്. ഈ പൊതുജനങ്ങളുടെ താല്പര്യത്തിന് പിന്നെ മുൻഗണന കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നോക്കി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ഒരു പോരാട്ടം. അദ്ദേഹം ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്? പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഞാൻ പഠിച്ച് ഡോക്ടറായതും ഉപരിപഠനം ഒക്കെ നടത്തിയത്. അപ്പൊ എനിക്ക് അങ്ങോട്ട് സേവനം കൊടുക്കണം. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവരും അദ്ദേഹത്തിന്റെ മുൻഗാമികളും ഒക്കെ തന്നെ പിന്നെ റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ ലീവ് എടുത്തും മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വളരെ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ കാണുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനും ബന്ധുക്കളുടെ ചടങ്ങുകൾക്കൊന്നും ഞാൻ പോകാറില്ല. കാരണം എനിക്ക് ആശുപത്രിയിൽ നിന്ന് എപ്പോഴാണ് ഒരു വിളി വരുന്നത് എന്നെനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൽ സദാ വ്യാപൃതനാണ്. അപ്പം ഈ പൊതുജനങ്ങൾക്ക് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്. അത് ഇപ്പം നമുക്ക് കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ ഒക്കെ എടുത്ത് നോക്കുക, അവരൊക്കെ സാധാരണക്കാരെ പോലെ ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരാൾ അച്യുതമേനോനാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതിൻ്റെ ഒന്നും അധികാരത്തിൻ്റെ ലഹരിയിൽ നുണഞ്ഞ് നിന്ന ആളല്ല. അദ്ദേഹം തൃശ്ശൂരുകാരന്. കോഴിക്കോട് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കുമായിരുന്നു. തൃശ്ശൂരിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ് തേക്കിൻകാട് മൈതാനം, ആ റൗണ്ട്. അവിടെ വൈകുന്നേരമൊക്കെ എല്ലാവരും പ്രായമായവരും എല്ലാവരും വന്ന് ഇരിക്കുക, വർത്തമാനം പറയുക, കാറ്റ് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് അച്യുതമേനോനും. ബസ്സിൽ കയറി പോകുന്നു, ട്രെയിനിൽ കയറി വരുന്നു, ഇങ്ങനെയൊക്കെയാണ് അച്യുതമേനോൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് ഏറ്റവും അവസാനത്തെ കാര്യമാണ്. ഇതോ ഇനി അധികാരമില്ലാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഗവർണറുടെ മേൽ, ഗവർണർക്ക് ഇനിയും ചെയ്യാം, ഗവർണർ കേന്ദ്രസേന ഇറക്കും. കേന്ദ്രസേന വന്നു കഴിഞ്ഞ് രാജ്ഭവന് സുരക്ഷാ വലയം തീർത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ പോലീസിനെ എന്ത് ചെയ്യാൻ പറ്റും? മാറി നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവർണറുടെ, മുഖ്യമന്ത്രിക്കും മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്, ഗവർണർക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണെന്നുള്ളതാണ്. അത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ഗവർണറെ ഇവർക്ക് തെരുവിൽ നേരിടാനുള്ള ഒരാളൊന്നും അല്ല. അത് കാര്യം മനസ്സിലാക്കണം ഇവരെ. ഇത് SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗുണ്ടാവിളയാട്ടത്തിനും തോന്നിയവാസത്തിനും കൂട്ടുനിൽക്കുകയും ചെയ്യുകയും ഉള്ള ഒരു പ്രസ്ഥാനമാണ് SFI DYFI എന്ന് പറയുന്നത്. അതിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ നമുക്കറിയാവുന്നതാണ് DYFIയുടെ ആഗോള നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. എന്തിന് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി വരെ കാണിച്ചിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ പിന്നെ ഇവരിൽ എത്രത്തോളം വിശ്വാസ്യത നമുക്കുണ്ട്? അപ്പം രാജ്ഭവൻ്റെ സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ്, ചെയ്തേ പറ്റുള്ളൂ. അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല.